ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. തോളിലേറ്റ് നോക്കണ്ട, ഇത് നമ്മളെ പുതിയ DJൻ്റെ അവാത്ത 2 ആട്ടോ. 2ൻ്റെ ബോക്സാണ്. അത്യാവശ്യം നല്ല വലിയ ബോക്സ് ആട്ടോ. നമ്മളിതിന് മുമ്പ് അൺബോക്സ് ചെയ്തതിന് മിനി 2 SC ആറുടെ മോഡൽ. അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ അടുത്തന്നെ വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് ആ വീഡിയോ കൂടി ചെയ്യാം. ഇത് അവാത്ത 2 ആണ്. അവാത്ത 2 ഞാനിപ്പോൾ ഇത് വാങ്ങിയത് ദുബായിൽ നിന്നാണ്. ദുബായിൽ നിന്ന് എൻ്റെ കസിൻ കൊടുത്താണ്. ദുബായിൽ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങി. ഷോപ്പിൽ നിന്ന് അവിടെ തന്നെ ഞാൻ അൺബോക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു RC3 റിമോട്ട് കൺട്രോളും വാങ്ങിയിട്ടുണ്ട്. അതും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ദുബായിൽ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്ത്. ഇവിടെയും അവിടെ നല്ല റേറ്റ് മാറ്റമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ കസിൻ വന്നപ്പോൾ അവൻ കൊണ്ടുവന്നാൽ ചെയ്ത്. അപ്പോൾ ഏതായാലും ഇന്ന് നമുക്കിതൊന്ന് അൺബോക്സ് ഓൾറെഡി ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയ റിവ്യൂ നോക്കാം. അപ്പോൾ കിട്ടിയിട്ട് ഏകദേശം 2-3 ദിവസമായി. ഞാൻ ജസ്റ്റ് ഒന്ന് പറത്ത് നോക്കി. മാനുവൽ മോഡിലിട്ടിട്ട് ഫസ്റ്റ് പറത്തൽ തന്നെ സാധനം നേരെ വീണിട്ടോ. പാടത്തേക്ക് സാധനം വീണിട്ടോ. അതോടെ 2 ദിവസം സാധനം ഡെഡ് ആയി. പിന്നെ എന്നിട്ട് ബോർഡ് മൊത്തം ക്ലീൻ ആക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സാധനം ഓണായത്. വീണ്ടും പെർഫെക്റ്റ് കണ്ടീഷനാണ്, കുഴപ്പമൊന്നുമില്ല. പാടത്ത് ഫുള്ള് വെള്ളത്തിൽ മുങ്ങി പോയിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്താൽ ഇത്രയും സാധനങ്ങളോ ഇതിലുണ്ടാവുക. ആദ്യം തന്നെ നമുക്ക് കിട്ടുക അവാത 2 ആണ്. ഇതാണ് നമ്മൾ അവാത 2. കണ്ടോ, അടിപൊളി ഡ്രോണാണ്. കണ്ടാലും നമുക്ക് അവതാറിൽ വരുന്ന വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ ലുക്കിലാണ് ഡിസൈൻ കേട്ടോ. 4 ഫാനൊക്കെ കൊടുത്ത് അതിന് പ്രൊപ്പല്ലർ ഗാർഡ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ പിന്നിലായിട്ട് ഇതാ വിമാനത്തിൽ നിന്ന് ഇറങ്ങാനുള്ള സെറ്റപ്പ്. അതേപോലെയാണ് പിന്നെ ബാറ്ററി ഇടാനുള്ള ഒരു ഏരിയ ഉണ്ട്. ബാറ്ററി നമുക്ക് 3 ബാറ്ററി വരുന്നുണ്ട്. അതായത് ഞാനിത് കോംബോ പാക്കാണ് വാങ്ങിയത്. കോംബോ പാക്കിൽ 3 ബാറ്ററി. ഈ അവാത 2 അതേപോലെ തന്നെ ഈ ഒരു റിമോട്ട് കൺട്രോളർ ഉണ്ടോ, ഇത് സെൻസറിൽ വർക്ക് ചെയ്യണം. ഇതാണ് റിമോട്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഫുള്ള് അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്ത് പറത്താൻ കഴിയും കേട്ടോ. നമുക്ക് നോർമലായിട്ട് തന്നെ ആർക്കും ഇത് സിമ്പിളാണ് പറത്താൻ. ഇത് മാനുവൽ മോഡ് ഇതിലില്ല, ഇതിൽ ഓട്ടോമാറ്റിക് മോഡ് ആണ്. അതായത് നോർമൽ, സ്പോർട്സ് എന്ന് 2 മോഡിൽ നമുക്കിത് പറത്താം. നല്ല ഫാസ്റ്റായിട്ട് പറത്താം. ഇതിങ്ങനെ ഫ്രണ്ടാക്കിയ ഫ്രണ്ടിൽ പോവും, സൈഡാക്കിയ സൈഡിൽ പോവും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ബാറ്ററി. ഞാൻ പറഞ്ഞല്ലോ 3 ബാറ്ററി. അത്യാവശ്യം നല്ല വലിയ ബാറ്ററി കേട്ടോ. അവാത 1 വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ MAH കുറവാണ്, പക്ഷേ ഫ്ലൈറ്റ് ടൈം കൂടുതലാണ്. ഇതിന് കുറച്ചുകൂടി കൂടുതലാണ്. 21 മിനിറ്റ് ഒക്കെ പറയുന്നുണ്ട്. ആക്ച്വലി നമുക്ക് കിട്ടുക 17 മിനിറ്റ് ആ ടൈമൊക്കെ തന്നെയാണ്. എന്നാലും കുഴപ്പമില്ല, അത് നമ്മൾ ആക്സലറേഷൻ അനുസരിച്ച് മാറും വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ച RC3 റിമോട്ട് കൺട്രോൾ. ഇതുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ഫ്ലൈ ചെയ്യാം. മാനുവലി ഫ്ലൈ എന്ന് പറഞ്ഞാൽ വളരെ ഫണ്ണ് പരിപാടിയാണ്. ഭയങ്കര രസമാണ്. നമ്മൾ മിനി 2S എന്ന് പറഞ്ഞ പോലെ മിനി 2S നമുക്ക് എടുക്കാൻ അതിന് ഷൂട്ടിന് ഒരു പരിധി ഉണ്ട്. അതുമാതിരി ഒന്നല്ല, ഇതിൽ നമുക്ക് എന്ത് കളിയും കളിക്കാൻ പറ്റുന്ന രീതിയാണ്. പക്ഷെ പഠിക്കാൻ ഭയങ്കര റിസ്ക്കാണ്. ഞാൻ സിമുലേറ്റർ നോക്കി DJൻ്റെ. പക്ഷേ അതിൽ നമ്മളെ ഗൂഗിൾസ് പുതിയതും അതേപോലെ തന്നെ ഈ RC കൺട്രോളും വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല. പഴയ മോഡലേ കണക്ട് ചെയ്യുള്ളൂ. അതിൽ കുറേ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയൽ ലൈഫിൽ കുറച്ചുകൂടി സുഖമാണെന്ന് വിചാരിച്ച്. പക്ഷേ അത് നടന്നില്ല. ഞാൻ ഇപ്പോൾ റിയൽ ലൈഫിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഇതാണ് ഗൂഗിൾസ്. പുതിയ ഗൂഗിൾസ് കേട്ടോ. പുതിയ ഗൂഗിൾസ്, പഴയ ഗൂഗിൾസ് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. 2 ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാം. 4:3 അതേപോലെ തന്നെ 6:9 ആസ്പെക്ട് റേഷ്യോയിലും ഷൂട്ട് ചെയ്യാം. പിന്നെ പഴയ ഗൂഗിൾസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബാറ്ററി ഇമ്പിൾഡ് ആയിട്ട് വരും കേട്ടോ. നമ്മളെ തലയുടെ പിന്നിൽ തന്നെ ബാറ്ററി വരുന്നുണ്ട്. അതുമ്പോൾ തന്നെ നമുക്ക് ലൂസാക്കാനും ടൈറ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രാപ്പിൻ്റെ ഉള്ളിൽ കൂടെ വയറ് പോയിട്ടാണ് നമുക്ക് തലയിൽ ഫിക്സ് ആക്കാൻ കഴിയുക. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ. ഞാൻ വെട്ടി പിടിച്ച ആഫീസ് ഉണ്ട്. ആഫീസ് ഇന്നലെ ഗൾഫിൽ നിന്ന് കഴിഞ്ഞ നമ്മളെ മിനി 2 SC കൊടുക്കുന്നത് ആഫീസേനി. അപ്പോൾ ഇപ്പോൾ വന്നിന് ഗൾഫിൽ നിന്ന്. അവൻ വരുന്നതിന് മുമ്പ് സാധനം ഇവിടെ എത്തി. ഏതായാലും ഇതിൽ നമുക്കിതാ ആദ്യം ആൻറ്റിനെ ഇങ്ങനെ ഓപ്പൺ ആക്കാം. പിന്നെ നേരെ അടിയിൽ സ്വിച്ച് ഉണ്ട് കേട്ടോ. താഴെ ഒരു സ്വിച്ച് ഉണ്ട്, ഓൺ ഓഫിൻ്റെ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ആ സ്വിച്ച് ആദ്യം പ്രസ് ചെയ്യുക, പിന്നെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ആണോ ഈ സൗണ്ടോട് കൂടി ഇത് ഓണാവും. അപ്പോൾ ഓണാകുന്ന സമയത്ത് ഇവിടെ DJ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് നേരെ വാൾപേപ്പറൊക്കെ കാണും കേട്ടോ. നമുക്കിത് വെക്കാം. ഇനി ഇതാ നമ്മുടെ അവാത 2 ക്യാമറയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. അത് നേരെ അടിയിലൊന്നും ഇങ്ങനെ പ്രസ് ചെയ്താൽ ഊരാൻ കിട്ടും. ഇതേപോലെ ഇതാണിത്. അതിക്കിടാം. അപ്പോൾ ബാറ്ററി വേണ്ടേ, ബാറ്ററി പെട്ടി നിർത്തിയതാ. ബാറ്ററി മേലാണ് സ്വിച്ച് വരുന്നത്. നമ്മളെ മിനി സീരീസിലൊന്നും ബാറ്ററി മേലല്ല സ്വിച്ച് വന്നിരുന്നത്. ഡ്രോണുകളാണ് മിനി സീരീസിലൊക്കെ വന്നിരുന്നത്. ഇതിൽ ബാറ്ററി മേൽ തന്നെ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ബാറ്ററി നോക്കി കഴിഞ്ഞാൽ ചാർജ് അറിയാൻ കഴിയും. നേരെതാ പിന്നെ കൂടെ 2 സൈഡിൽ ലോക്ക് ബട്ടൺ ഉണ്ട്. ആ ലോക്ക് മുകളിലാക്കിയിട്ട് ഒറ്റ ഇൻസേർട്ട് ക്ലിപ്പ് ഓക്കെ ആയി. ഇനി നമ്മൾ ഗൂഗിൾസ് ഓൺ ആക്കിയ പോലെ തന്നെ സിംഗിൾ പ്രസ് പിന്നെ ലോങ് പ്രസ്. ഇപ്പോൾ കണ്ടോ അവാത 2 ഓൺ ആയിട്ടോ. ചെറിയ വൈബ്രേഷനോടുകൂടി. നമുക്ക് അടുത്തെടുക്കാനുള്ളത് RC കൺട്രോളറാട്ടോ. ഇത് ഇതിൻ്റെ കൂടെ വരുന്ന കൺട്രോളറാണ്. ഇതും അതേപോലെ സിംഗിൾ പ്രസ് ലോങ് പ്രസ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പറത്തട്ടോ. ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് പറത്താം, ആർക്കും പറത്താവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നേരെ കണ്ണിൽ വെക്കാം. ബാക്കി നമുക്ക് ഇതിൽ കാണാം. പിന്നെ ഗൂഗിൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ ഗൂഗിൾസ് പോലെ എന്നല്ല, നമുക്ക് ഗൂഗിൾസിൽ 2 ക്യാമറ കൊടുക്കുന്നുണ്ട്. 2 ക്യാമറ വെച്ചാൽ നമ്മൾ മുന്നിൽ എന്താണ് നടക്കുന്നത് കൂടി മനസ്സിലാക്കുക. അതിന് ഈ റിമോട്ട് കൺട്രോൾ ആണെങ്കിൽ ഈ റൗണ്ട് ചെയ്യുന്ന സാധനത്തിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ഫ്രണ്ടിൽ കാണും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ടച്ച് ഉണ്ട്, ടച്ചിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ഫ്രണ്ടിൽ കാണും. ഏതായാലും ഞാനൊന്ന് പറത്തട്ടെ. ഈ ഒരു വട്ടം കണ്ടോ, അത് ഡബിൾ പ്രസ് ചെയ്താൽ മോട്ടർ സ്റ്റാർട്ടാവും. അപ്പോൾ അത് മോട്ടർ സ്റ്റാർട്ടായി. ഇനി തന്നെ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഡ്രോൺ നേരെ മുകളിലേക്ക് പോട്ടോ.
അപ്പോൾ ഡ്രോണ് മുകളിലേക്ക് പോയി. ഇത് സിമ്പിളായിട്ട് കൺട്രോൾ കേട്ടോ. അപ്പോൾ ഇതിമൊരു പ്രസ് ഉണ്ട്. ഈ ഒരു സാധനം ആക്സിലറേഷനാണ്. ഇത് ഓഫ് പ്രസ് ചെയ്താൽ നമുക്ക് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ പറ്റും, മുകളിലേക്ക് താഴേക്കൊക്കെ തിരിക്കാൻ പറ്റും. അത് ഇതാട്ടോ ഇതിൻ്റെ ആക്ഷൻ വരുന്നത്. സൈഡിലേക്ക് ഇങ്ങനെ ആക്കുക, സൈഡിലേക്ക് ഇങ്ങനെ ആക്കുക. അത് നമുക്ക് ഡ്രോൺ പറത്ത് വെക്കട്ടോ. സിമ്പിളായിട്ട് ഡ്രോൺ പോകുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. നമുക്ക് സിമ്പിളായിട്ട് പറത്താം, ആർക്കും പറത്താം, ഏത് പഠിക്കാത്ത ആർക്കും സിമ്പിളായിട്ട് പറത്താൻ പറ്റും. അപ്പോൾ അതാണ് ഡ്രോണും കൊണ്ട് ഇങ്ങനെ പറന്ന് കാണിച്ചതാണ്. നമ്മൾ നിൽക്കുന്ന ഏരിയക്ക് വീണ്ടും ഡ്രോൺ എത്തുന്നുണ്ട്. ഡ്രോണിൻ്റെ ഇത് മാറ്റണമെന്ന് ഇതാ അതേപോലെ ഇപ്പം എൻ്റെ അടുത്തേക്ക് ആയി ഡ്രോൺ. അപ്പോൾ ഇതിൽ സിമ്പിളാണ്. ഇതിൽ തന്നെ നമുക്ക് 2 മോഡുണ്ട്, നോർമൽ അതേപോലെ സ്പോർട്സ് വരുന്നുണ്ട്. സ്പോർട്സ് മോഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അതുപോലെ സ്പോർട്സ് മോഡ് കഴിഞ്ഞ് സ്പോർട്സ് മോഡിൽ അന്യായ പവറാണ് സാധനത്തിന്. നമുക്ക് ആൻസറായിട്ട് പോയിക്കോണ് ഈ ഡ്രോണ് പോകാൻ എടുക്കേണ്ടത്. ഇപ്പോൾ സ്പോർട്സ് മോഡിൽ ആക്സിലേഷൻ കൊടുക്കാൻ പോകും. അങ്ങോട്ടോ എൻ്റെ വേഗത്തിൽ നേരെ നല്ല പവറിൽ പോകുന്നുണ്ട്. മാക്സിമം സ്പീഡ് നമുക്ക് 56, 57 ഒക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വീഡിയോ ക്വാളിറ്റി നല്ല ക്വാളിറ്റി കേട്ടോ. D-Log M-ലൊക്കെ ഇട്ട് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മോഷൻ കൺട്രോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് മോഷൻ കൺട്രോൾ. മറ്റേ RC3 വേണ്ട, പക്ഷേ മാനുവൽ മോഡ് കളിക്കണമെന്നുണ്ടെങ്കിൽ മോഷൻ കൺട്രോൾ പറ്റില്ല. മോഷൻ കൺട്രോൾ നമുക്ക് കിട്ടുക 2 മോഡുകളാണ്. ഒന്ന് സ്പോർട്സ് മോഡ്, പിന്നെ മാനുവൽ നോർമൽ മോഡ് തന്നെയാണ്. ഇത് കണ്ടെങ്കിൽ അങ്ങോട്ടും കൂടെ കാണും മോഷൻ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ കണ്ടല്ലോ. അങ്ങോട്ടും കൂടെ തിരിച്ച് നേരത്തെ താഴത്തൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ. ഇനി അടുത്ത റിമോട്ട് കൺട്രോൾ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് ഫസ്റ്റ് ടൈം കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി ഈ ഒരു ബട്ടൺ കണ്ടോ, ഇത് നേരെ നെറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ലാൻഡ് ആവും സാധനം. കറക്റ്റ് നേരെ താഴേക്ക് ലാൻഡ് ആവും. നമുക്ക് എന്ത് ചെയ്യാം, ലാൻഡ് ആയിട്ട് ഇനി അടുത്ത റിമോട്ട് എടുക്കട്ടോ. റിമോട്ട് മറ്റേ റിമോട്ട് ഒന്ന് കൺട്രോൾ ചെയ്ത് ചെക്ക് ചെയ്തോ. ഇത് നമുക്ക് ഇനി ഓൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കണക്റ്റാണ്. അപ്പോൾ 2 റിമോട്ട് സ്വിച്ച് ചെയ്യാൻ ഒരു പണിയില്ല. ഇനി ഇത് പ്രസ് ചെയ്യുക, ലോങ് പ്രസ് ചെയ്യുക, അത് ഓഫ് ആക്കുക. അപ്പോൾ ഇതിമേക്ക് കണക്ട് ഓട്ടോമാറ്റിക് എത്തും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതിൽ കുറേ ബട്ടൺസ് വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് പിന്നെ പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഫ്ലൈ ചെയ്താം. അപ്പോൾ ആദ്യം താഴേക്ക് മേലേക്കൊക്കെ മോട്ടർ സ്റ്റാർട്ടായി മേലേക്കൊക്കെ ചെയ്താൽ ഡ്രോണ് പൊങ്ങി വന്നു കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇത് ഡ്രോണ് പറത്താണ്. ഇനി നമുക്ക് ഇതിമേലും പറത്താം. ഇത് നമ്മൾ സാധാ നമ്മളെ മിനി സീരീസൊക്കെ പറത്തുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ. വേറൊരു പ്രശ്നം സിമ്പിളായിട്ട് നമുക്ക് പറത്തട്ടോ. ജസ്റ്റ് ഒന്ന് പറത്ത് വെക്കാം. അതാണ് ഈ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് പറത്താൻ കഴിയുക. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പറത്താം. ഇത് ലാൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടാണ് ഇതിൻ്റെ മോട്ടർ സൗണ്ട്. മോട്ടർ സൗണ്ട് കുറവാന്ന് പറഞ്ഞു, എന്നാലും അത്യാവശ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് മാനുവൽ മോഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്വിച്ച് ഉണ്ടോ, ഇത് നമ്മൾ ടൈറ്റ് ചെയ്യണം. അതിനിവിടെ താഴെ F1, F2 2 സ്ക്രൂകൾ ടൈറ്റ് ആക്കണം. അല്ലെങ്കിൽ ഇത് എന്താ വെച്ചാൽ മാനുവൽ മോഡിൽ ഓട്ടോമാറ്റിക് ഇങ്ങനെ ആക്സലറേഷൻ കൂടും. അപ്പോൾ മാനുവൽ മോഡ് കൂടി പറത്തി നോക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ആയിട്ടില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് പറത്താനോ. പെട്ടെന്ന് ക്രാഷ് ആവുന്നുണ്ട്, നല്ല റിസ്ക് ആണ് പറത്തി പഠിക്കാൻ. അപ്പോൾ ഇത്രയാണ് എൻ്റെ DJ അവതാറിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ഇനി കുറേ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്, അതൊക്കെ കാണാം. അതേപോലെ തന്നെ നമ്മൾ Mini 2 SCൻ്റെ ഒരു ലോങ് ടൈം റിവ്യൂ വരുന്നുണ്ട്. സാധനം ക്രാഷ് ആയതും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അതും കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതായിരിക്കും. ബൈ ബൈ.